പാലസ്തീൻ ഐക്യദാർഢ്യവുമായി വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലടക്കം പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഒരു പ്രതിഷേധ പ്രകടനവും ഒപ്പം തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവുമൊക്കെ നടന്നു. അപ്പോൾ അതുപോലെ തന്നെ സഖാക്കൾ അതിൽ പങ്കെടുത്തു. CPIയുടെ മുതിർന്ന നേതാവ്, വയനാട്ടിലെ CPIയുടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ആനി രാജ പങ്കെടുത്തപ്പോൾ തന്നെ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആനി രാജ തന്നെ പറയുന്നു. ആനി രാജ രൂക്ഷമായ വിമർശനമാണ് ദില്ലി പോലീസിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ആനി രാജ പറയുന്നത് തന്നെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചിരിക്കുന്നു, തൻ്റെ വസ്ത്രം വലിച്ചു കീറിയിരിക്കുന്നു, ഭക്ഷണം പോലും നൽകിയില്ല. 35 വർഷമായി ദില്ലിയിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തുന്ന തൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ പീഡനം എന്നാണ് പറയുന്നത്. ഏതായാലും 35 വർഷം ദില്ലിയിൽ സമരം ചെയ്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ നേതാവ് തന്നെയാണ് ആനി രാജ. പക്ഷേ ഇതുപോലൊരു അനുഭവം ആദ്യമാണ് എന്ന് ആനി രാജ പറയുന്നു. ഏതായാലും പാലസ്തീൻ ഐക്യദാർഢ്യത്തിന് പോയി ചവിട്ടിക്കുട്ടി പോലീസ് എന്നാണ് ഇതിൽ അവർ പറയുന്നത് ഉടനീളം. ഏതായാലും ഇത്തരമൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുകൂടി അവർ പറയുമ്പോൾ ഏതായാലും ചവിട്ടിക്കുട്ടി എന്നുള്ള കാര്യം സത്യമാകാനാണ് സാധ്യത. അതുതന്നെയാണ് അവർ പറയുന്നത്. തൻ്റെ വസ്ത്രം വലിച്ചു കീറി, ഭക്ഷണം പോലും തരാതെ ക്രൂരമായി മർദ്ദിച്ചു എന്ന വാക്ക് തന്നെയാണ്. നമുക്കറിയാം ആനി രാജ പലപ്പോഴുമൊക്കെ സമരമുഖങ്ങളിൽ കാണാം. ഏതായാലും ഇവിടെ ഈ ബംഗ്ലാദേശ് കത്തിയെരിയുമ്പോഴും ഒപ്പം തന്നെ ഈ നാട്ടിൽ സ്വന്തം മണ്ഡലത്തിൽ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ നടക്കുമ്പോഴൊന്നും അവിടെയൊന്നും കാണാത്ത സഖാവ് പാലസ്തീൻ ഐക്യദാർഢ്യത്തിൽ പോയതിന് നമിക്കാതിരിക്കാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.